ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസന്നിധിയിൽ സ്നേഹജ്വാലിയായി അണയാത്ത കിടാവിളക്കായി കത്തിയെഴുന്നിരുന്ന വിശുദ്ധ യവൂപ്രാസ്യാമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് ധ്യാനപൂർവ്വം സഞ്ചരിക്കാം. ആദരവോടെ നമുക്ക് അമ്മയെ നോക്കിക്കാണാം. അമ്മയുടെ കണ്ണുകളിൽ ദൈവസ്നേഹത്തിന്റെ തിരുനാളങ്ങൾ മിന്നുന്നത് നമുക്ക് കാണാനാകും. അലിവും കരിവും നിറഞ്ഞ അതങ്ങളിൽ നിന്ന് പൊഴിയുന്നത് ശാന്തി മാത്രം. മെലിഞ്ഞുടങ്ങിയ ആ കരങ്ങളിൽ ചലിക്കുന്നത് ജപമാല മണികൾ മാത്രം. നല്ല ദൈവം സ്വന്തമാക്കിയ ആ ജീവിതത്തിന്റെ നാൾവഴികളിലേക്ക് എത്തി നോക്കുമ്പോൾ ആ വഴിത്താരികളിൽ പ്രസാദവരും പ്രകാശം ചൊരിയുന്നത് നമുക്ക് കാണാനാകും. എന്നും എവിടെ എപ്പോഴും ദൈവഹൃദയത്തെ യവൂപ്രാസ്യാമ്മ ദിവ്യകാരുണ്യ സന്നിധി ഇരുന്ന് നിരന്തരം മുദ്രിച്ചു. നിത്യപിതാവേ, അങ്ങയുടെ തിരുഹിതം എപ്പോഴും വാഴ്ത്തപ്പെടുത്തിയേ. സ്നേഹയോഗ്യനായ ഈശോയെ, മാതൃവാനായ ഈശോയെ, ഏകാന്തവാസിയായ ഈശോയെ, എന്റെ ഹൃദയം അങ്ങേക്ക് മാത്രമായി കത്തിപ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറട്ടെ. ഇതാണ് അമ്മ എപ്പോഴും ഉരുവിടുന്ന പ്രാർത്ഥന. പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുതെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. കൂടെയുള്ള സഹോദരിമാർക്കും ഇടവക ചരിത്രത്തിന് വേണ്ടി ആത്മാർത്ഥമായി സ്വയം ത്യാഗം ഏറ്റെടുത്തു ഉപവാസമനുഷ്ഠിച്ച അമ്മ ദൈവസ്നേഹത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന ദൈവത്തിനായി ഹൃദയം മുഴുവൻ നിഷ്കളങ്കമായി മാറ്റിയ അമ്മ ദിവ്യകാരുണ്യ സന്നിധി തപസ്സിരുന്നു. ആ കണ്ണുകൾ അമലോത്സവ മാതാവിന്റെ തിരുമുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അതിലേറെ സമയം സുക്രാരിയെ കണ്ണുകുളിർപ്പിച്ച് നിശബ്ദയായി നിൽക്കും. പ്രാർത്ഥന എന്ന അച്ചുതണ്ടിൽ പ്രവചനാഥന്റെ ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന ഈ അമ്മയുടെ മനസ്സ് ദൈവത്തിൽ ലയിച്ചു ചേർന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. എപ്പോഴും കൊന്നച്ചിരുന്ന അമ്മ എന്ന അപരനാമം ഈ അമ്മയ്ക്കുണ്ട്. പ്രാർത്ഥനയാണ് ഈ ആത്മാവിന്റെ ഭക്ഷണം. ദിവ്യകാരുണ്യമാണ് ഊർജ്ജസ്രോതസ്. ഒരു വേഴാമ്പലിനെ പോലെ ദിവ്യകാരുണ്യനാഥനെ നോക്കി കാത്തിരുന്ന ഈ തപസ്വരി സുക്രാരിയുടെ കാവൽക്കാരിയായും ചലിക്കുന്ന സക്രാരിയായും മാറുകയായിരുന്നു. എന്നും ദൈവികമായ കാന്തിക വലയത്തിലായിരുന്നു യവൂപ്രാസ്യാമ്മ. എന്നും പ്രഭാതത്തിൽ ദേവാലയത്തിൽ ആദ്യം എത്തുന്ന യവൂപ്രാസ്യാമ്മ തന്നെയായിരുന്നു. യാത്രയിൽ അവിടെ നിന്ന് മനസ്സില്ലാ മനസ്സോടി പിരിഞ്ഞു പോകുന്നു യവൂപ്രാസ്യാമ്മ തന്നെയായിരുന്നു. എളിയ ഭാവത്തോടെ എപ്പോഴും വ്യാപിക്കാനും കർത്താവ് നൽകിയ ആത്മീയ വഴങ്ങാൻ സന്തോഷപൂർവ്വം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാനും യവൂപ്രാസ്യാമ്മ സദാ ഉത്സുകയായിരുന്നു. യവൂപ്രാസ്യാമ്മയുടെ വിശ്വാസയാത്രകൾക്ക് മുമ്പിൽ ഈശോനാഥൻ എന്നും എപ്പോഴും സജീവനായിരുന്നു. സക്രാരിയിലെ ഈശോയുമായുള്ള അമ്മയുടെ ആത്മബന്ധം അതീവ സുന്ദരമായിരുന്നു. എനിക്ക് ഏക ആശ്വാസം എന്റെ ഈശോനാഥന്റെ അടുക്കൽ ചേരുന്നതാണോ എന്ന് എഴുതി വെക്കത്തക്ക വിധത്തിൽ അത്ര സ്നേഹോഷ്മളമായ ബന്ധം അമ്മ പുലർത്തിയിരുന്നു. തന്റെ മോക്ഷ മണവാളിന് മുമ്പിൽ സദാ ചുരുക്കുന്ന ഹൃദയവുമായി കഴിഞ്ഞിരുന്ന അമ്മയ്ക്ക് പരസ്യമായ ദിവ്യകാരുണ്യ ആരാധന സ്വർഗീയ അനുഭൂതിയുടെ ദിവ്യ നിമിഷങ്ങളായിരുന്നു. എത്ര കണ്ടിട്ടും കൊതിരിയാത്ത സ്നേഹത്തോടി ദാഹത്തോടി അമ്മ ദിവ്യകാരുണ്യനാഥൻ ഉറ്റുനോക്കിയിരുന്നു. ജീവന്റെ അപ്പമായ ഈശോനാഥൻ യവൂപ്രാസ്യാമ്മയ്ക്ക് ദർശനഭാഗ്യം നൽകി അനുഗ്രഹിച്ച കർമ്മ ജീവചരിത്ര കുറിപ്പിൽ വായിച്ചിട്ടില്ലേ? ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ദിവ്യനാഥനുമായുള്ള ഐക്യം നൽകാൻ ഈ ആത്മാവിന് കഴിഞ്ഞു. കുർബാനയില്ലാത്ത ഒരു തിരം ഈ ആത്മാവിന് ഉണ്ടായിരുന്നില്ല. കുർബാന എന്ന മഹാഭാഗ്യം കിട്ടാതായപ്പോൾ അവൾ സ്വർഗത്തെ ഒന്നാകി ഭൂമിയിലേക്ക് വിളിച്ചിറക്കി. അവളുടെ സ്വന്തം കൊച്ചുമുറി ദേവാലയവും ബലിപീഠവുമായി മാറി. മരണത്തേക്കാൾ ശക്തമായിരുന്നു അവളുടെ ദിവ്യനാഥനോടുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമുക്കും അമ്മയെ പോലെ ജീവനുള്ള സ്നേഹത്തിൽ വളരാൻ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.